Welcome to the second video on types of inheritance. In the last video, we were discussing about the different types of inheritance like single inheritance, multiple inheritance, hierarchical inheritance and multi-level inheritance. ഇപ്പോൾ ഈ 4 ഇൻഹെറിറ്റൻസ് നമ്മൾ നോക്കിയിരുന്നു, അതിൻ്റെ എക്സാമ്പിൾസോട് കൂടി നോക്കിയിരുന്നു. അപ്പോൾ അടുത്ത ഇനി 2 ഇൻഹെറിറ്റൻസും കൂടിയുണ്ട്. ആ 2 ഇൻഹെറിറ്റൻസും കൂടി നമുക്ക് നോക്കാം വിത്ത് എക്സാമ്പിൾസ്. ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് മീൻസ് കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ. ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നതിനെയാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഈ ഒരു ഫിഗറിൽ ദർ ഈസ് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. Okay, class A and class B. A is the base class and B is the derived class. ആ ഒരു പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ദെൻ ക്ലാസ് B and class C are the base class of D. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. ബിയും സിയും ഇസ് എ ബേസ് ക്ലാസ്, ഡി ഇസ് എ ഓൺലി ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഒരു ഇൻഹെറിറ്റൻസിനകത്ത് തന്നെ സിംഗിൾ ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇസ് നോൺ ആസ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. This is an example of hybrid inheritance. Hybrid inheritance എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ സിംഗിൾ ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസുമാണ് കമ്പൈൻ ചെയ്ത് വന്നേക്കുന്നത്. ദാറ്റ് ഈസ് എയും ബിയും മാത്രം നോക്കുക. ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി. ക്ലാസ് എ എന്ന് പറയുന്നത് ഇസ് എ ബേസ് ക്ലാസ് ആൻഡ് ക്ലാസ് ബി ഇസ് എ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ ആ ഒരു 2 ക്ലാസ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിസംബ്ലിങ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ദെൻ നെക്സ്റ്റ് ഇസ് ക്ലാസ് സി. സി എന്ന് പറയുന്നത് ഒരു ബേസ് ക്ലാസ് ആണ്. ദെൻ ക്ലാസ് ഡി എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രം ബി ആൻഡ് സി. ക്ലാസ് ബി എന്നും സി എന്നുമാണ് ഡി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. So that will be resembling multiple inheritance. That is 2 base class under or a derived class. It will be resembling multiple inheritance. Then class D will be having the data member functions to read all the values and show data function to display all the values. അപ്പോൾ ഇത് നമുക്കറിയാം, ക്ലാസ് ബി ഈസ് ഡിറൈവ്ഡ് ഫ്രം ക്ലാസ് എ. അപ്പോൾ ബിക്ക് ബിയുടെ പ്രോപ്പർട്ടീസ് മാത്രമല്ല എയുടെ പ്രോപ്പർട്ടീസും അവൈലബിൾ ആണ്. ക്ലാസ് സിക്ക് സിറ്റിയും പിൻ എന്ന് പറയുന്ന 2 ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്. ആൻഡ് ക്ലാസ് ഡി ഈസ് ഡിറൈവ്ഡ് ഫ്രം ബി ആൻഡ് സി. ആദ്യമേ തന്നെ ബി ഈസ് എ ഡിറൈവ്ഡ് ക്ലാസ് ഓഫ് എ. അതുകൊണ്ട് അതിൽ നെയിമും ഏജും ഹൈറ്റും വെയിറ്റും ഉണ്ട്. ഇപ്പോൾ ക്ലാസ് ബി ഡിറൈവ് ചെയ്യുമ്പോഴത്തേനും ക്ലാസ് ഡി വിൽ ബി ഗെറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് നെയിം, ഏജ്, ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ആൻഡ് സീനെ ഡിറൈവ് ചെയ്യുമ്പോഴത്തേനും സിറ്റിയും പിന്നും കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്ന ക്ലാസ്സിന് എല്ലാ പ്രോപ്പർട്ടീസും, എയിലെ പ്രോപ്പർട്ടീസും ബിയിലെ പ്രോപ്പർട്ടീസും സിയിലെ പ്രോപ്പർട്ടീസും ആക്സസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡി എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എല്ലാ വേരിയബിൾസിനെയും റീഡ് ചെയ്യും, ആ വാല്യൂസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അതാണ് ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഹെറിറ്റൻസ് നോക്കാം. നെക്സ്റ്റ് ഇസ് എ മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ്. മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ ബേസ് ക്ലാസ്. ആ ബേസ് ക്ലാസ്സിൽ നിന്ന് വിൽ ബി ഹാവിങ് മോർ ദാൻ വൺ ഡിറൈവ്ഡ് ക്ലാസ്. ആ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് വിൽ ബി ഡിറൈവിങ് അനദർ ക്ലാസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഈ ഒരു ഫിഗർ നോക്കുക. ക്ലാസ് എ ഈസ് ദ ബേസ് ക്ലാസ്.
and class B and class C is derived from class A. ഒരു ബേസ് ക്ലാസ്സേ ഉള്ളൂ. ആ ബേസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ 2 ക്ലാസ് ഡിറൈവ് ചെയ്തു. 2 2-ൽ കൂടുതലോ ക്ലാസ്സസ് ഡിറൈവ് ചെയ്യാം. ദെൻ ആ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് വി ഹാവ് ഡിറൈവ്ഡ് അനദർ ക്ലാസ് D. ഓക്കെ, അപ്പോൾ ക്ലാസ് എയിലെ പ്രോപ്പർട്ടീസ് ഈസ് അവൈലബിൾ ടു ബി ആൻഡ് ക്ലാസ് എയിലെ പ്രോപ്പർട്ടീസ് തന്നെ ക്ലാസ് സിയിലും അവൈലബിൾ ആണ്. ആൻഡ് വി ആർ ഡിറൈവ്ഡ് ക്ലാസ് D ഫ്രം B ആൻഡ് C. B എന്നും C എന്നുമാണ് ക്ലാസ് D ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയിലെ പ്രോപ്പർട്ടീസ് ബിയിലും അവൈലബിൾ ആണ്, സിയിലും അവൈലബിൾ ആണ്. അതിനെ നമ്മൾ ക്ലാസ് ഡിയിൽ ഡിറൈവ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒരു പ്രോബ്ലം വരാം. ഫോർ എക്സാമ്പിൾ ക്ലാസ് എയിൽ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് ഈസ് അവൈലബിൾ ടു ബി ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് അവൈലബിൾ ടു സി. 2 ക്ലാസ്സിനും എയിലെ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡിയിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് നമുക്ക് അതുപോലെ തന്നെ പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റില്ല. മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു ഫീച്ചർ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് വെർച്വൽ ക്ലാസ്സസ്. വെർച്വൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലാസ് എയിലെ പ്രോപ്പർട്ടീസ് വിൽ ബി അവൈലബിൾ ടു ക്ലാസ് ബി ആൻഡ് ഓൾസോ ക്ലാസ് എയിലെ പ്രോപ്പർട്ടീസ് സിയിലും അവൈലബിൾ ആണ്. ഈ ബിനെയും സിനെയും ഡിയിലോട്ട് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴത്തേനും എയിലെ പ്രോപ്പർട്ടീസ് ബി വഴിയും ഡീന് കിട്ടും, സി വഴിയും ഡീന് കിട്ടും. അപ്പോൾ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരും. അതിനെ നമ്മൾ CPP ടേംസിൽ പറയുന്നത് there will be generating an ambiguity. Okay, that is duplication അവിടെ വരും. ആ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെർച്വൽ മെക്കാനിസമാണ് അപ്ലൈ ചെയ്യുന്നത്. വിൽ ബി അപ്ലൈയിങ് വെർച്വൽ ക്ലാസ്സസ്. നമ്മൾ ഏതിനാണോ നമ്മളിങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉള്ളത് അതിനെ നമ്മൾ വെർച്വൽ ക്ലാസ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ അവോയ്ഡ് ആംബിഗിറ്റി. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാൻ നോക്കാം. Here then in this example B is the base class. Okay, then D1 and D2 are derived classes. Okay, D1 is derived from B, also D2 is derived from B. Okay, then D3 is derived from D1 and D2. D1 നിന്നും D2 നിന്നുമാണ് D3 ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ബിയിലുള്ള വേരിയബിൾ ബി ഈസ് അവൈലബിൾ ഇൻ D1ലും അവൈലബിൾ ആണ്, D2ലും അവൈലബിൾ ആണ്. അപ്പോൾ D3യിൽ വരുമ്പോഴത്തേനും ദർ ഇസ് 2 വേരിയബിൾ ഉണ്ട്. ബി എന്ന് പറയുന്ന 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ആംബിഗിറ്റി വരാം. ദാറ്റ് ഈസ് കമ്പൈലറിന് ഒരു കൺഫ്യൂഷൻ വരാം, എങ്ങനെയാണ് ഏത് വേരിയബിൾ ആണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ വരുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ആംബിഗിറ്റി. ഇൻ ദിസ് എക്സാമ്പിൾ ബോത്ത് D1 ആൻഡ് D2 ആർ ഇൻഹെറിറ്റഡ് ഫ്രം ബി എന്നാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദേ വിൽ ബി ഹാവിങ് എ സിംഗിൾ കോപ്പി ഓഫ് ബിയുടെ സിംഗിൾ കോപ്പീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ വേരിയബിൾ ബി എന്ന് പറയുന്നത് സിംഗിൾ കോപ്പിയാണ് അതിനുണ്ടായിരിക്കുക. ഇനി ഡി ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോപ്പീസ് ഓരോ ടൈമും D1നെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വരും, D2നെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വരും. സോ D3 വിൽ ബി ഹാവിങ് 2 കോപ്പീസ് ഓഫ് ബിയുടെ 2 കോപ്പി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ആംബിഗിറ്റി എന്ന് പറയുക. അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർച്വൽ മെക്കാനിസം അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി വിൽ മേക്ക് ദാറ്റ് ദ ബേസ് ക്ലാസ് ആസ് വെർച്വൽ എന്ന ഒരു ക്ലാസ്സിനെ വെർച്വൽ ആക്കാൻ വേണ്ടിയിട്ട് വിൽ ബി യൂസിങ് ദ കീവേഡ് വെർച്വൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ബേസ് ക്ലാസ്സിനെ വെർച്വൽ ആക്കുക. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കാം.
ഒരു ബേസ് ക്ലാസ്സിനെ വെർച്വൽ ആക്കാനായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ കോപ്പീസ് വരുന്ന സമയത്ത് നമ്മളൊരു ആ ഒരു ആംബിഗ്വിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് ക്ലാസ്സിനെ വെർച്വൽ ആക്കും. ആ ബേസ് ക്ലാസ്സിനെ എങ്ങനെയാണ് വെർച്വൽ ആക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ വിൽ ബി അപ്ലൈയിങ് ദ കീവേഡ് വെർച്വൽ. അപ്പോൾ വെർച്വൽ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? ദാറ്റ് ഈസ് നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് എഴുതുന്ന സമയത്ത് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ് നെയിം, കോളൻ, ആക്സസ് സ്പെസിഫയർ, വെർച്വൽ. ആക്സസ് സ്പെസിഫയർ കഴിഞ്ഞിട്ട് വെർച്വൽ എന്ന് പറയുന്ന കീവേഡ് എഴുതുക. ദെൻ വി ഹാവ് ടു സ്പെസിഫൈ ദ ബേസ് ക്ലാസ് നെയിം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ആക്സസ് സ്പെസിഫയർ എഴുതുന്നതിന് മുന്നിലായിട്ട് വെർച്വൽ എന്ന് പറയുന്ന കീവേഡ് സ്പെസിഫൈ ചെയ്യുക. ഈ രണ്ട് രീതിയിലായാലും നമുക്ക് ബേസ് ക്ലാസ്സിനെ വെർച്വൽ ആക്കാൻ പറ്റും. അപ്പോൾ ബേസ് ക്ലാസ്സിനെ വെർച്വൽ ആക്കാനായിട്ട് വേറെ മെത്തേഡൊന്നുമില്ല. വി വിൽ ബി writing the keyword virtual before the base class name. ഡിറൈവ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പിലായിട്ട് ബേസ് ക്ലാസ്സിന് മുന്നിൽ വി വിൽ ബി റൈറ്റിംഗ് ദ കീവേഡ് വെർച്വൽ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇൻ ദിസ് എക്സാമ്പിൾ ഞാൻ വെർച്വൽ എന്ന് പറയുന്ന കീവേഡ് ഇല്ലാതെ മൾട്ടിപാത്ത് ഇൻഹെറിറ്റൻസ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ എറർ ഒക്കർ ചെയ്യാന്നുള്ളത്. ഈ എക്സാമ്പിളിൽ ക്ലാസ് ബി എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ദർ ഇസ് എ വേരിയബിൾ ബി. ദെൻ ക്ലാസ് D1 എന്ന് പറയുന്നതിന് ക്ലാസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈസ് ഫ്രം ബി. ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നാണ് ക്ലാസ് D1 ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് D1 വിൽ ബി ഹാവിംഗ് ദ വേരിയബിൾസ് D1 ആൻഡ് B. D2 എന്ന് പറയുന്ന ക്ലാസ് ഈസ് ഓൾസോ ഡിറൈവ്ഡ് ഫ്രം ക്ലാസ് ബി. അപ്പോൾ D2ന് ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ വേരിയബിൾസ് D2 ആൻഡ് B. ദ നെക്സ്റ്റ് ഇസ് ക്ലാസ് D3. D3 എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രം D1 ആൻഡ് D2. അപ്പോൾ D3യിലുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത് B, D1, ദെൻ B, D2 ആൻഡ് D3. ഇത്രയും വേരിയബിൾസ് ആണ് D3ക്കുള്ളത്. അപ്പം ഞാൻ ഒബ്ജക്റ്റിൽ മെയിൻ ക്ലാസ്സിൽ മെയിൻ ഫംഗ്ഷനിൽ വന്നിട്ട് ഐ ഹാവ് ക്രിയേറ്റഡ് ദ ഒബ്ജക്റ്റ് ഓഫ് D3യുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് obj.b എന്ന് കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പൈലറിന് ഒരു കൺഫ്യൂഷൻ വരും, ഇത് ഏത് ബി ആണെന്നുള്ളത്. ദാറ്റ് ഈസ് D1ൻ്റെ ബി ആണോ D2ൻ്റെ ബി ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ദിസ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി ഷോയിങ് ദ എറർ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കേസിലാണ് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദ കീവേഡ് വെർച്വൽ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് താഴെ എഴുതിയിരിക്കുന്നത്. ബോത്ത് D1 ആൻഡ് D2 ഇൻഹെറിറ്റ് B. So they will be having the single copy of B. However, D3 inherit both D1 and D2. Therefore, D3 will have two copies of B. One from D1 and another from D2. അപ്പോൾ അത് ആ അപ്പിയർ ചെയ്യുന്ന ഒരു ആംബിഗ്വിറ്റി അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വി വിൽ ബി യൂസിങ് വെർച്വൽ ബേസ് ക്ലാസ്സസ്. അപ്പോൾ വെർച്വൽ ബേസ് ക്ലാസ്സസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് എക്സാമ്പിളിൽ നമുക്ക് നോക്കാം. In the last example, we were discussing the program without the virtual classes. ഇപ്പോൾ വെർച്വൽ ബേസ് ക്ലാസ് ഇല്ലാതിരുന്ന സമയത്ത് there was an ambiguity problem. Okay, that is ബേസ് ക്ലാസ്സിൽ 2 പ്രാവശ്യം ആ ഒരു ബേസ് ക്ലാസ് അവൈലബിൾ ആയിരിക്കുമ്പോഴത്തേനും ഒരു ആംബിഗ്വിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യും. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് വെർച്വൽ ആയിട്ട് ഡിറൈവ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് വി വിൽ ബി റൈറ്റിംഗ് ദ കീവേഡ് വെർച്വൽ. ഇപ്പോൾ ലാസ്റ്റ് എക്സാമ്പിളും ഈ ഒരു എക്സാമ്പിളായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇതിനകത്ത് ക്ലാസ് ബി എന്ന് പറയുന്നത് D1 വെർച്വലി ആണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലാസ് D1 കോളൻ വെർച്വൽ പബ്ലിക് ബി. ഓക്കെ, അതുപോലെ തന്നെയാണ് ക്ലാസ് D2 വെർച്വൽ പബ്ലിക് ബി. Then D3 is derived from D1 and D2. Okay, D1 എന്നും D2 എന്നും ഡിറൈവ് ചെയ്തിട്ടുണ്ട്.
ഇനി ഈ ബേസ് ക്ലാസ്സസ് വെർച്വലായിട്ട് ഡിറൈവ് ചെയ്തതുകൊണ്ട് ആ ഒരു ആംബിഗ്വിറ്റിനെ ഓവർകം ചെയ്യും. ഇപ്പോൾ എനിവേ ബി 2 പ്രാവശ്യം അവൈലബിൾ തന്നെയാണ്. ബി 2 പ്രാവശ്യം അവൈലബിൾ ആയാലും ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ ഓവർറൈറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 30 എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3നെ സ്റ്റേറ്റ്മെന്റ് 4 ഓവർറൈറ്റ് ചെയ്യും. മറ്റേതാണെങ്കിൽ ഓവർറൈറ്റ് ചെയ്യില്ല. അവിടെ 2 എണ്ണം വരുന്നത് കൊണ്ട് അവിടെ ഒരു ആംബിഗ്വിറ്റി പ്രോബ്ലം വരും. അപ്പോൾ കമ്പൈലർ വിൽ ബി പ്രൊഡ്യൂസിങ് ആൻ എറർ മെസ്സേജ്. ഇപ്പോൾ ഈ ഒരു എറർ മെസ്സേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ we will be deriving the base class as virtual base classes. Next 2-3 slides എന്ന് പറയുന്നത് to give some points. Inheritance and ടോപ്പിക്കിൽ തന്നെ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ദാറ്റ് ഈസ് ഇൻഹെറിറ്റൻസ് ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ടേഴ്സ് ഡിസ്ട്രക്ടേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നോർമലി ഒരു കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ടു ഇനീഷ്യലൈസ് ദ മെമ്പർ വേരിയബിൾസ് ഇൻ ദ ക്ലാസ്സിനകത്തുള്ള ഡേറ്റ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുക. And destructor is used to destroy the object. Then derived classനകത്ത് for example ഇപ്പോൾ ബേസ് ക്ലാസ്സിനകത്ത് ഒരു ആർഗ്യുമെന്റ്സ് ഇല്ലാത്ത ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ദാറ്റ് ഈസ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ബേസ് ക്ലാസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ഒരു കൺസ്ട്രക്ടർ എഴുതണം എന്നൊരു റിക്വയർമെന്റ് ഇല്ല. ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ബേസ് ക്ലാസ്സിനകത്തുള്ള കൺസ്ട്രക്ടറും ഇൻവോക്ക് ആകും. ബട്ട് ബേസ് ക്ലാസ്സിനകത്ത് ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തും ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ബേസ് ക്ലാസ്സിനകത്തുള്ള പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബിക്കോസ് നമ്മളെപ്പോഴും ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ഈ ഇൻഹെറിറ്റൻസ് ടൈമിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ മസ്റ്റ് ദ ഡിറൈവ്ഡ് ക്ലാസ് ഓൾസോ ഷുഡ് കണ്ടെയ്ൻ എ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഓക്കെ, അപ്പോൾ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് എ കൺസ്ട്രക്ടർ? കൺസ്ട്രക്ടർ ഇസ് എ ഫംഗ്ഷൻ return to initialize the member variables or to create the object. Destructor is used to destroy the object. Then if the base class contains a default constructor, then it is not a requirement that the derived class should contain a constructor. If the base class contains a parameterized constructor, then it is essential for the derived class to have a constructor. It is because the arguments are passed to the constructors through the derived class. Derived class എന്നാണ് ഈ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ബേസ് ക്ലാസ്സിലുള്ള കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ടേം ഇസ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ്. അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് that is that classes that are not used for creating objects ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത ക്ലാസ്സസിനെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറയാം. ഓക്കെ, അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ബേസ് ക്ലാസ് ഓൺലി. ബേസ് ക്ലാസ് ആയിട്ട് ആക്ട് ചെയ്യും, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള ക്ലാസ്സസിനെ വി വിൽ കോൾ ഇറ്റ് ആസ് abstract classes. That is, abstract class act as a base class only. Class developed only to act as a base class and to inherit. No objects are declared. It acts as a foundation of the hierarchical class. That is, ഓരോ ലെവൽസ് ഓഫ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത ഒരു ക്ലാസ്സിനെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഹെറിറ്റൻസ്.
ഇപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ റീയൂസബിലിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഹെറിറ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി C++ന്റെ റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഫീച്ചറാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് റീയൂസബിലിറ്റി. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ഷോർട്ടൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ കോഡ് ഷോർട്ടൺ ആകുമ്പോഴത്തേനും തേർഡ് അഡ്വാൻറ്റേജസ് നമുക്ക് പെട്ടെന്ന് ഡീബഗ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എറേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫോർത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സസ് എക്സ്റ്റെൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് ക്ലാസ് ടു ജനറേറ്റ് മോർ ഡോമിനന്റ് ഒബ്ജക്ട്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസും കൂടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദ സെയിം ബേസ് ക്ലാസ്സസ് ക്യാൻ ബി യൂസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്സസ്. ആ പ്രോഗ്രാമിനകത്തുള്ള നമ്പർ ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്സസിന് സെയിം ബേസ് ക്ലാസ് തന്നെ യൂസ് ചെയ്യാം. ആ സെയിം ബേസ് ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് നമ്പർ ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് when a class is derived from more than one class, all the derived classes have similar properties to those of base class. That is, ആ ബേസ് ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഏതൊക്കെ ഡിറൈവ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സസിനും ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. So coming to the disadvantages of inheritance, first one is inappropriate use makes the program more complicated. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇൻഹെറിറ്റൻസിന്റെ ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം കോംപ്ലിക്കേറ്റഡ് ആകാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ബേസ് ക്ലാസ്സിൽ മോർ ദാൻ വൺ ബേസ് ക്ലാസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ക്ലാസ്സിനും സെയിം ഫങ്ഷൻസ് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ we have to make the base class as virtual. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ the programs can become more complicated. Second one is invoking member functions using objects creates more compiler overheads. Okay, അപ്പോൾ മെമ്പർ ഫങ്ഷൻസിനെ നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് ബിക്കോസ് വി ആർ ക്രിയേറ്റിംഗ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ഡിറൈവ്ഡ് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ മെമ്പർ ഫങ്ഷൻസിനെ ഇൻവോക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എല്ലാ ക്ലാസ്സിലും ഉള്ള ബേസ് ക്ലാസ്സിലും ഉള്ളതും ഡിറൈവ്ഡ് ക്ലാസ്സിലും ഉള്ള എല്ലാ ഫങ്ഷൻസിനെയും നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ മെമ്പർ ഫങ്ഷൻസ് ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് കമ്പൈലറിന് ഓവർഹെഡ്സ് വരാൻ ചാൻസസ് ഉണ്ട്. Then third one is in class hierarchy, various data elements remain unused and the memory allocation to them is not utilized. That is, ചില എലമെന്റ്സ് നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. നമ്മൾ ഒത്തിരിയും ക്ലാസ്സസ് യൂസ് ചെയ്യുന്ന സമയത്ത് ചില എലമെന്റ്സ് ഡബിളായിട്ട് വരാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മെമ്മറി വേസ്റ്റേജ് ഒത്തിരി വരാം. ദാറ്റ് ഈസ് ഗാർബേജ് കളക്ഷൻ ഒത്തിരി വരാം. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ അതൊക്കെ ഒരു ഇൻഹെറിറ്റൻസിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഈ 3 ഡിസഡ്വാൻറ്റേജ് ആണുള്ളത്. ഇതോടുകൂടി ഇൻഹെറിറ്റൻസിന്റെ പോർഷൻ കഴിയുവാണ്. അപ്പോൾ ഇൻഹെറിറ്റൻസിന്റെ പോർഷൻസ് 2 വീഡിയോസ് ഉണ്ട്. ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഫസ്റ്റ് വണ്ണിൽ 4 ടൈപ്സ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത്. സെക്കൻഡ് വണ്ണിൽ 2 ഇൻഹെറിറ്റൻസ്, പിന്നെ വെർച്വൽ ബേസ് ക്ലാസ്സസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ക്ലാസ്സസ് മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.